ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും പിന്നെ കുറച്ച് റെസിപ്പീസുമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് കടല വെച്ചിട്ട് ഒരു സാലഡ് ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. പിന്നെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ രാത്രിയേക്കുള്ള ദോശയും കൂടി കഴിക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം കടലയൊക്കെ ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് കടലയാണ് ഞാനിവിടെ എടുത്തത്. ഇത് രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോഴാണ് മോള് പറഞ്ഞത് അവൾക്ക് ഡേറ്റ്സ് ബോൾ വേണമെന്ന്. അപ്പോൾ അവൾ തന്നെ അത് കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഡേറ്റ്സ് ബോളിൻ്റെ റെസിപ്പി കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ പോളയും പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി രാത്രിയേക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ മുന്നേ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും വേണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒന്നിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതിലേക്ക് 2 ടീസ്പൂണ് പെരിഞ്ജീരകം വേണം, അതായത് വലിയ ജീരകം. അപ്പോൾ അത് ഞാനിവിടെ 1 ടീസ്പൂൺ ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം ചോറും കൂടി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും കടല വേവാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു തക്കാളിയുടെ പകുതിയും വേണം. ഇത് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അതിലേക്ക് അല്പം മല്ലിയിലയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിലേക്കിട്ട മസാല ഫ്ലേവറൊക്കെ ഇല്ലാണ്ടായി പോവും. അപ്പോൾ അതുകൊണ്ട് കടല വേവിക്കുമ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കൂടി ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കടല വെച്ചുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ആപ്പിൾ ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ഇനി അതും കൂടി ഉണ്ടാക്കാം. അപ്പോഴേക്കും ഉമ്മ ഇവിടെ കറി വെക്കാൻ പോകുന്നുണ്ട്. ഇന്ന് ചെമ്മീൻ മുളയിട്ടതാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതിനാവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉമ്മ ഇവിടെ തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറുത് പച്ചമാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും ഒരു 2 പച്ചമുളകും കഷ്ണം ഉള്ളിയും പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇപ്പോൾ ചട്ടി ചൂടായ ശേഷം 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടമല്ലെങ്കിൽ ഇതിന് പകരം പുളിയും യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അതേപോലെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം 3-4 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ചുടാനാണ് ബാക്കിയുള്ളത്. ഇനി പാൻ ചൂടാക്കിയിട്ട് ഓരോ തവി വീതം ഒഴിച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് നമ്മൾ പറയുന്നത് വെളുക്ക എന്നാണ്. ഇനി മുകളിൽ കുറച്ച് ഓയിൽ കൂടി ആക്കിയിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. പലരും ചെയ്ത് നോക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും ബാങ്ക് കൊടുക്കാറായി. ഇനി എല്ലാം ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തു. എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഈ ഒരു സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.